കോട്ടേജിലെ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇവിടെ വരെ മണ്ടയ്ക്കോട്ട് കയറണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ട്രക്കിംഗ് സെറ്റപ്പിൽ നമുക്ക് നടന്ന് പോകണം. ഈ ഒരു വഴി കൂടെ നമ്മളിങ്ങനെ പോകണം. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് പേര് വിളിച്ചപ്പോഴൊക്കെ അണയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായ കാര്യം എന്നാന്ന്. അല്ല അവിടെ ജോബിനെയൊക്കെ വിളിച്ചപ്പോൾ, ജോബിനല്ല ജിൻസിനെ വിളിച്ചപ്പോൾ, ഞാൻ പൂർത്തി നിങ്ങളെന്ത് ഈ കിടന്ന് അണയ്ക്കുന്നത്, ഇപ്പോഴല്ലേ ഇവിടെ കിട്ടിയേ. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ താഴോട്ട് നടന്ന് വരണം. താഴോട്ട് വന്നിട്ടാണോ മുകളിലോട്ട് കയറുന്നത്, എന്താ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഈ ഒരു വഴി കൂടെ പോകണം. ലഞ്ച് ബ്രേക്ക് നമ്മളുടെ ഓൾറെഡി ഇപ്പം ഏകദേശം ടൈം 2 മണിയായി. 2 മണിയായപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഈ ഒരു വഴി കൂടെ ഇനിയിപ്പം മുകളിലോട്ട് കയറണമായിരിക്കും. പാടി കേട്ട് റീലും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേര് പുറകെ വരുന്നുണ്ട്. എന്താ ഇന്നടുത്തത് നമ്മളവിടെ നിന്നിടന്ന് പറഞ്ഞാൽ കുറച്ച് താഴെ സ്ഥലമായിരുന്നു. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ടാണ് കയറുന്നത്. കൊള്ളാം കേട്ടോ, സ്ഥലമൊക്കെ സൂപ്പറായിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ്. നമ്മുടെ ഏകദേശം ഒരു വയനാടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറേ സ്ഥലങ്ങളുമായിട്ടൊക്കെ നല്ലൊരു സാമ്യം തോന്നുന്നുണ്ട് കേട്ടോ. നല്ല പച്ചപ്പും ഹരിതാഭയും പിന്നെ കുറേ ഇതുകൊണ്ടോ വള്ളിച്ചെടികൾ പോലത്തെയും ചെറിയ ചെറിയ പൂക്കളും ഒക്കെ ആയിട്ടുള്ള സംഭവം. ഇതിന് ചുറ്റും ഇത്രയും വലിയ മരങ്ങളാണ്. വലിയ മലകളാണ്. അതിൻ്റെ ഏറ്റവും മണ്ടയ്ക്കുണ്ടോ ഒരു വീട് വെച്ചിരിക്കുന്നത്. എൻ്റെ മോനെ, എൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് കൊണ്ട് വെച്ചെന്ന് പറഞ്ഞു കേട്ടോ. ഏറ്റവും ടോപ്പിൽ സൂപ്പർ വ്യൂ ആയിരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ. വാഗമണ്ണിൻ്റെ ഒക്കെ ഞങ്ങളെ വിട്ടിട്ട് പോകുന്ന കേട്ടോ. ഭയങ്കര റെഡി ആയിരുന്നിട്ട് ആദ്യമേ പോന്ന്. അവൾ ഭയങ്കര കാര്യമായിട്ട് കട്ട് ചെയ്തൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇപ്പം കട്ട് ചെയ്തോളാം ഞാൻ കാര്യം. സത്യം പറയുമ്പോൾ സത്യങ്ങൾ ദഹിക്കാത്തവരാ. എൻ്റെ പൊന്നെ, എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത്? നീ എല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇടയ്ക്ക്? അതോ കടം ചോദിച്ചിട്ടുണ്ടോ എന്നോട്? എന്നാ സംഭവം? ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തേക്കെന്ന് പറഞ്ഞത് നല്ലൊരു നാട്ടിലൊരു ആൽമര ചൂടെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ. ഇത് ആൽമരമല്ല, മറ്റെന്തോ ആണ്. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ സംഭവം. ഞങ്ങളങ്ങനെ കൈയൊക്കെ കഴിയിട്ട് ഇവിടോട്ട് വന്നു. ഇത് ഹണി കോട്ടേജിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി കാണിച്ചല്ലോ വഴി, അതിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടെ റെഡി ആവുന്നു. ഇങ്ങനെ നിരന്നില്ല കേട്ടോ, നല്ല കാറ്റുണ്ട് കേട്ടോ. ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചോറും കുറച്ച് മീൻകറിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഫുഡൊക്കെ കഴിക്കാനായിട്ടിരിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് നല്ല ചോറും നമ്മുടെ നാടൻ കറികളും ഒക്കെ ആയിട്ട് മീൻകറി ഉൾപ്പെടെയാണ്. നിയാസേ ബ്യൂട്ടിഫുൾ. ഇത്രയും 3 ദിവസത്തിൽ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആണ് നിയാസിൻ്റെ അഭിപ്രായം. അതാർക്കാ പറഞ്ഞേ വെരി വെരി ബ്യൂട്ടിഫുൾ? നീ കഴിക്കാദ്യം, കഴിച്ചിട്ട് പറ. നീ കാണുമ്പോഴേ ബ്യൂട്ടിഫുൾ പറയണ്ട. കൊള്ളാം. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. അതായത് മേളിൽ നിന്ന് നമ്മൾ മുമ്പേ കണ്ട ഒരു വീടൊക്കെ ഇരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ നല്ല കോടമഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുന്ന ഒരു മനോഹരമായ കാഴ്ച. നമുക്ക് നല്ല സൂപ്പർ സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് നല്ലോണക്ക് കോടമഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്നൊരു മനോഹരമായ കാഴ്ച കിട്ടുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്കല്ലേ? സൂപ്പർ സംഭവം. നല്ല ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് ബസ്സിലോട്ട് പോകാനുള്ള യാത്രയിലാണ്. നമ്മൾ തിരിച്ചു വഴി കൂടെ തന്നെ തിരിച്ചു പോവാണ്. നല്ലോണക്ക് നല്ല രീതിയിൽ കോട ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മളിനി ഹൈ സിറ്റിയിലോട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നല്ലോണക്ക് കോടയിൽ കാണാൻ സാധിക്കും. എല്ലാവരും ബാക്ക് വരുന്നു. അപ്പം നമ്മുടെ ബസ് ഇവിടെ റെഡിയാണ്. നമുക്കിനി ഇതേ കയറുക പോവുക എന്നുള്ളതാണ് ഉദ്ദേശം.